നമസ്കാരം. നമ്മുടെ SCERT സീരീസിൽ നമ്മൾ നോക്കുന്നത് 5ാം ക്ലാസ്സിൽ നിന്നുള്ള സോഷ്യൽ സയൻസിൽ ഏകദേശം നമുക്ക് 11 ചാപ്റ്റേഴ്സാണ് 5ാം ക്ലാസ്സിൽ സോഷ്യലിലുള്ളത്. പക്ഷേ അതിൽ നമ്മൾ എന്തുണ്ട്, കുറച്ച് സിലബസ് ഔട്ടായിട്ടുള്ള കുറച്ച് സബ്ജക്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ അതൊക്കെ ഒഴിവാക്കിയിട്ട് ബാക്കി നമുക്ക് സിലബസുമായി ബന്ധപ്പെട്ട എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും നമുക്ക് ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഏകദേശം 200-ന് മുകളിലായിട്ട് ഏകദേശം ഒരു 230ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കും കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പാലക്കാട് കോട്ടയുടെ പഴക്കം എത്രയാണ്? പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പാലക്കാട് കോട്ടയുടെ ഏകദേശ പഴക്കം എത്രയാണ്? 200 വർഷത്തിലധികമാട്ടോ. 200 വർഷത്തിലധികമാണ്. രണ്ടാമത്തെ ചോദ്യം, എന്നിലൂടെ എന്ന ആത്മകഥ രചിച്ചത് ആരാ? എന്നിലൂടെ എന്ന ആത്മകഥ രചിച്ചത് ആരാ? എന്നിലൂടെ കുഞ്ഞുണ്ണി മാഷാണ് അല്ലേ, കുഞ്ഞുണ്ണി മാഷ്. മൂന്നാമത്തെ ചോദ്യം, എഴുത്തുവിദ്യ രൂപപ്പെട്ടത് ഏത് കാലഘട്ടത്താണ്? എഴുത്തുവിദ്യ രൂപപ്പെട്ടത് ഏത് കാലഘട്ടത്തിലാണ്? വെങ്കല യുഗത്തിലാണ്. ഓപ്ഷൻ ഡി, വെങ്കല യുഗത്തിലാണ്. നാലാമത്തെ ചോദ്യം, തുണി നെയ്ത്ത്, ഇഷ്ടിക നിർമ്മാണം തുടങ്ങിയ തൊഴിൽ മേഖലകൾ വികാസം പ്രാപിച്ച കാലഘട്ടം ഏതാ? വെങ്കല യുഗത്തിലാണ് തന്നെ. ഓപ്ഷൻ സി, വെങ്കല യുഗത്തിൽ തന്നെയാണ്. അഞ്ചാമത്തെ ചോദ്യം, മൂർച്ചയുള്ളതും മിനുസമുള്ളതുമായിട്ടുള്ള ഉപകരണങ്ങൾ മനുഷ്യർ ആദ്യമായിട്ട് ഉപയോഗിച്ച കാലഘട്ടം ഏതാണ്? മൂർച്ചയുള്ളതും മിനുസമുള്ളതുമായിട്ടുള്ള ഉപകരണങ്ങൾ മനുഷ്യർ ആദ്യമായിട്ട് ഉപയോഗിച്ച കാലഘട്ടം ഏതാ? നവീന ശിലായുഗത്തിലാണ്. ഓപ്ഷൻ ഡി, നവീന ശിലായുഗത്തിലാണ്. ആറാമത്തെ ചോദ്യം, മനുഷ്യന് തീ ഉപയോഗിക്കാൻ തുടങ്ങിയ കാലഘട്ടം ഏതാണ്? മനുഷ്യർ തീ ഉപയോഗിക്കാൻ തുടങ്ങിയ കാലഘട്ടം ഏതാ? പ്രാചീന ശിലായുഗത്തിലാണ്. ഓപ്ഷൻ എ, പ്രാചീന ശിലായുഗത്തിലാണ് മനുഷ്യർ എന്ത് ചെയ്തത്? തീ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഏഴാമത്തെ ചോദ്യം, അന്നാ ഡൊമിനി എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം എന്താ? അന്നാ ഡൊമിനി എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം എന്താ? യേശുക്രിസ്തുവിൻ്റെ ജനന വർഷത്തിൽ എന്നാണ് കേട്ടോ. യേശുക്രിസ്തുവിൻ്റെ ജനന വർഷത്തിൽ എന്നാണ്. എട്ടാമത്തെ ചോദ്യം, അന്നാ ഡൊമിനി എന്ന പദം ഏത് ഭാഷയിൽ നിന്നെടുത്തതാണ്? അന്നാ ഡൊമിനി എന്നത് ഏത് ഭാഷയിൽ നിന്നെടുത്തതാണ്? ഏത് ഭാഷയാ? ലാറ്റിൻ ഭാഷയാട്ടോ, ലാറ്റിൻ ഭാഷ. അന്നാ ഡൊമിനി എന്നത് ഏത് ഭാഷയിൽ നിന്നാണ്? ലാറ്റിൻ ഭാഷയിൽ നിന്നാണ്. ഇനി ഒൻപതാമത്തെ ചോദ്യം ശരിയായത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തത് ഓപ്ഷൻ എ, ചരിത്രാതീത കാലത്തെക്കുറിച്ച് തെളിവ് നൽകുന്നത് ബിംബെത്ക ഗുഹ ചിത്രങ്ങളാണ്. ഓപ്ഷൻ ബി ഇവിടെയാണ്. ഓപ്ഷൻ ബി, കഴിഞ്ഞ കാലങ്ങളിൽ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളോ ശേഷിപ്പുകളോ സൂക്ഷിച്ചിരുന്ന സ്ഥലമാണ് മ്യൂസിയം എന്ന് പറയുന്നത്. ഓപ്ഷൻ സി, പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന 200 വർഷത്തിലധികം പഴക്കമുള്ള കോട്ടയാണ് പാലക്കാട് കോട്ട. ഓപ്ഷൻ ഡി, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വർഷം 1947 ഇത് 5ാം ക്ലാസ് ആയതുകൊണ്ടാണ്. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? ഒന്നാമത്തത്, ചരിത്രാതീത കാലത്തെക്കുറിച്ച് തെളിവ് നൽകുന്ന ബിംബെത്ക ഗുഹകൾ എവിടെയാണ്? ബിംബെത്ക ഗുഹകൾ ചിത്രങ്ങളാണ്. ശരിയാണ്. ചരിത്രാതീത കാലത്തെ കുറിച്ച് തെളിവ് നൽകുന്നത് ബിംബെത്ക ഗുഹ ചിത്രങ്ങളാണ്. രണ്ടാമത്തത്, കഴിഞ്ഞ കാലങ്ങളിൽ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളോ ശേഷിപ്പുകളോ സൂക്ഷിക്കുന്ന സ്ഥലമാണ് ഇത് മ്യൂസിയം എന്ന് പറയുന്നത്. പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന 200 വർഷത്തിലധികം പഴക്കമുള്ള കോട്ടയാണ് ഇത്, പാലക്കാട് കോട്ട. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വർഷം 1947. 4 പ്രസ്താവനകൾ എന്താ? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. ഇനി 10ാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാ? എവറസ്റ്റ് ആണ് അല്ലേ. എവറസ്റ്റ് ആണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. 11, ഒരു പ്രത്യേക പ്രവർത്തനത്തിനോ പരിപാടിക്കോ വേണ്ടിയിട്ട് മാത്രം തയ്യാറാക്കുന്ന വരവ് ചെലവ് കണക്ക് ഏത് പേരിൽ അറിയപ്പെടുന്നതാണ്? ഒരു പ്രത്യേക പ്രവർത്തനത്തിനോ പരിപാടിക്കോ വേണ്ടിയിട്ട് മാത്രം തയ്യാറാക്കുന്ന വരവ് ചെലവ് കണക്ക് ഏത് പേരിൽ അറിയപ്പെടുന്നതാണ്? കമ്മി ബജറ്റ്, കുടുംബ ബജറ്റ്, മിച്ച ബജറ്റ്, ഇവയൊന്നുമല്ല. ഇവയൊന്നുമല്ല. 12ാമത്തെ ചോദ്യം, ഫലപ്രദമായിട്ട് വരുമാനം ചെലവിടുന്ന സ്വഭാവ സവിശേഷതയാണ് ഡാഷ്. ഫലപ്രദമായിട്ട് വരുമാനം ചെലവിടുന്ന സ്വഭാവ സവിശേഷതയാണ് ഡാഷ്. ഓപ്ഷൻ എ, കുടുംബ ബജറ്റ്. ഓപ്ഷൻ ബി, മിതവ്യയശീലം. ഓപ്ഷൻ സി, ഇവയെല്ലാം. ഓപ്ഷൻ ഡി, വരുമാന സ്രോതസ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കാം. ഫലപ്രദമായിട്ട് വരുമാനം ചെലവിടുന്ന സ്വഭാവ സവിശേഷതയാണ് ഓപ്ഷൻ എ, കുടുംബ ബജറ്റ്. മിതവ്യയശീലം, വരുമാന സ്രോതസ്, ഇവയെല്ലാം. എന്താ? മിതവ്യയശീലമാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. 13ാമത്തെ ചോദ്യം, ഒരു കുടുംബത്തിലെ വരവ് ചെലവ് കണക്കുകൾ മുൻകൂട്ടി എഴുതി സൂക്ഷിക്കുന്നതിനെ പറയുന്നത് എന്താണ്? ഒരു കുടുംബത്തിലെ വരവ് ചെലവ് കണക്കുകൾ മുൻകൂട്ടി എഴുതി സൂക്ഷിക്കുന്നതിനെ എന്താ? കുടുംബ ബജറ്റ് എന്ന് പറയും. ഓപ്ഷൻ എ, കുടുംബ ബജറ്റ്.
14ാമത്തെ ചോദ്യം ശരിയായത് ഏതാണെന്ന് കണ്ടെത്തുക. ഇന്ത്യയിൽ ഒരു സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് ഓപ്ഷൻ സി നോക്കുക, ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ഓപ്ഷൻ ഡി ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെയാണ്. ഓപ്ഷൻ ബി എയും ബിയും ശരിയാണ്. ഓപ്ഷൻ എ ഇവയൊന്നുമല്ല. ഇന്ത്യയിൽ ഒരു സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് ഏതാ? ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് ഇന്ത്യയിലെ സാമ്പത്തിക വർഷം. 15ാമത്തെ ചോദ്യം മെച്ചപ്പെട്ട ജീവിതം നിലനിർത്തുന്നതിനോടൊപ്പം ഭാവിയിൽ ഉണ്ടാകുന്ന ചെലവുകൾ കൂടി നിറവേറ്റാൻ കഴിയുന്ന സാഹചര്യമാണ് ഡാഷ്. മെച്ചപ്പെട്ട ജീവിതം നിലനിർത്തുന്നതിനോടൊപ്പം ഭാവിയിൽ ഉണ്ടാകുന്ന ചെലവുകൾ കൂടി നിറവേറ്റാൻ കഴിയുന്ന സാഹചര്യത്തെ എന്താ പറയുന്നത്? സാമ്പത്തിക സുരക്ഷിതത്വം എന്നാണ്. സാമ്പത്തിക സുരക്ഷിതത്വം എന്നാണ്. 16ാമത്തെ ചോദ്യം നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാൻ ഇല്ലതാനും എന്നത് ആരുടെ വാക്കാണ്? നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടെയും അത്യാഗ്രഹത്തെ നിറവേറ്റാൻ ഇല്ലതാനും എന്ന് പറഞ്ഞതാരാ? നമ്മുടെ ഗാന്ധിജിയാണ് അല്ലെ. ഓപ്ഷൻ സി ഗാന്ധിജിയാണ്. 17ാമത്തെ ചോദ്യം എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ്? എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ്? എവിടെയാ? നേപ്പാളിലാണ് അല്ലെ. നേപ്പാളിലാണ്. 18ാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വത നിര ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വത നിര ഏതാ? ഹിമാലയമാണ് അല്ലെ. ഹിമാലയമാണ്. 19ാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാ? ഡക്കാൻ പീഠഭൂമിയാണ് അല്ലെ. ഓപ്ഷൻ സി ഡക്കാൻ പീഠഭൂമി. 20 വലിപ്പത്തിലെ 2ാം സ്ഥാനത്തുള്ള വൻകര ഏതാണ്? വലിപ്പത്തിൽ 2ാം സ്ഥാനത്തുള്ള വൻകര ഏതാ? ആഫ്രിക്കയാണ്. വലിപ്പത്തിൽ 2ാം സ്ഥാനത്തുള്ള വൻകരയാണ് ആഫ്രിക്ക. 21 ജനസംഖ്യയിൽ 2ാം സ്ഥാനത്തുള്ള വൻകര ഏതാ? ജനസംഖ്യയിൽ 2ാം സ്ഥാനത്തുള്ള വൻകര ഓപ്ഷൻ ബി ആണ് ആഫ്രിക്ക. ജനസംഖ്യയിൽ 2ാം സ്ഥാനത്തുള്ള വൻകരയാണ് ഇത് ആഫ്രിക്ക. 22 ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി ഏതാ? സഹാറയാണ്. ഓപ്ഷൻ സി സഹാറയാണ്. 23 അന്താരാഷ്ട്ര നദി എന്ന വിശേഷണമുള്ള നദി ഏതാണ്? അന്താരാഷ്ട്ര നദി എന്ന് വിശേഷമുള്ള നദി ഏതാണ്? ഏതാ? നൈൽ നദിയാട്ടോ. ഓപ്ഷൻ എ നൈൽ നദി. 24 നൈൽ നദി ഒഴുകുന്ന രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? നൈൽ നദി ഒഴുകുന്ന രാജ്യങ്ങളുടെ എണ്ണം എത്രയാ? 11 രാജ്യങ്ങളിലൂടെയാണ് ഇത് നൈൽ നദി ഒഴുകുന്നത്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? ഇന്റർനാഷണൽ നദി എന്നറിയപ്പെടുന്നത്. 25 വടക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാ? വടക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാ? മൗണ്ട് മാക്കിൻലി ആണ്. ഓപ്ഷൻ എ മൗണ്ട് മാക്കിൻലി ആണ്. 26 പഞ്ചമഹാ തടാകങ്ങൾ ഏത് വൻകരയിലാണ്? പഞ്ചമഹാ തടാകങ്ങൾ ഏത് വൻകരയിലാണ്? എവിടെയാ പഞ്ചമഹാ തടാകങ്ങൾ? വടക്കേ അമേരിക്കയിലാണ്. പഞ്ചമഹാ തടാകങ്ങൾ എവിടെയാ? വടക്കേ അമേരിക്കയിലാണ്. 27 എസ്കിമോകൾ എന്ന വിഭാഗത്തെ കാണുന്ന വൻകര ഏതാണ്? എസ്കിമോകൾ എന്ന വിഭാഗത്തെ കാണുന്ന വൻകര ഏതാ? എസ്കിമോകൾ വടക്കേ അമേരിക്കയിലാണ് അല്ലെ. വടക്കേ അമേരിക്കയിലാണ്. എസ്കിമോകൾ കാണപ്പെടുന്നത് എവിടെയാ? വടക്കേ അമേരിക്കയിലാണ്. 28 എസ്കിമോകളുടെ വീട് അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? എസ്കിമോകളുടെ വീട് അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഏത് പേരിലാണ്? ഇഗ്ലു ആണ് അല്ലെ. ഇഗ്ലു എന്ന പേരിലാണ് ഏത്? എസ്കിമോകളുടെ വീട് അറിയപ്പെടുന്നത്. 29 ലോകത്ത് ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന വൻകര ഏതാണ്? ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന വൻകരയാട്ടോ. വൻകര ഏതാണ്? ഏത് വൻകരയാ? വടക്കേ അമേരിക്കയാട്ടോ. വടക്കേ അമേരിക്ക. ലോകത്ത് ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന വൻകര ഏതാ? വടക്കേ അമേരിക്കയാണ്. 30 തെക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ കൊടുമുടി ഏതാ? തെക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ കൊടുമുടി മൗണ്ട് മാക്കിൻലി ഉണ്ട്, അക്വൻകാഗ്വ ഉണ്ട്, കിളിമഞ്ചാരോ ഉണ്ട്, മൗണ്ട് എൽബ്രൂസ് ഉണ്ട്. ഏതാ? അക്വൻകാഗ്വയാണ് അല്ലെ. അക്വൻകാഗ്വ എവിടുത്തെയാ? തെക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ് ഇത് അക്വൻകാഗ്വ. 31ാമത്തെ ചോദ്യം ലോകത്ത് ഏറ്റവും കൂടുതൽ ശുദ്ധജലം വഹിച്ചുകൊണ്ട് ഒഴുകുന്ന നദി ഏതാ? ലോകത്ത് ഏറ്റവും കൂടുതൽ ശുദ്ധജലം വഹിച്ചുകൊണ്ട് ഒഴുകുന്ന നദി ഏതാ? ഏതാ? ആമസോൺ ആണ്. ഓപ്ഷൻ ഡി ആമസോൺ ആണ്. 32 മരച്ചീനിയുടെ ജന്മദേശം. മരച്ചീനിയുടെ ജന്മദേശം ഏത് രാജ്യ? ബ്രസീലാണ് അല്ലെ. ബ്രസീലാണ്. 33 ലോകത്തെ ഏറ്റവും കൂടുതൽ തണുപ്പ് കൂടിയ പ്രദേശം. ലോകത്തിലെ ഏറ്റവും തണുപ്പ് കൂടിയ പ്രദേശം എവിടെയാ? അന്റാർട്ടിക്ക ആണ്. ഓപ്ഷൻ എ അന്റാർട്ടിക്ക. 34 വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് ഏതാണ്? വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത്
ഏതാ? അന്റാർട്ടിക്ക. വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന ഏതാ? അന്റാർട്ടിക്കയാണ്. 35 ഇന്ത്യയുടെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രം ഏതാ? ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രം, ആദ്യത്തെ കേട്ടോ, ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രം ഏതാ? ദക്ഷിണ ഗംഗോത്രി അല്ലെ, ദക്ഷിണ ഗംഗോത്രിയാണ് ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രം ഏതാ? ദക്ഷിണ ഗംഗോത്രിയാണ്. 36 ഇന്ത്യയുടെ ആദ്യത്തെ ആർട്ടിക് ഗവേഷണ കേന്ദ്രം, ഇന്ത്യയുടെ ആദ്യത്തെ ആർട്ടിക് ഗവേഷണ കേന്ദ്രം ഏതാ? ഹിമാദ്രിയാണ്. ഓപ്ഷൻ ബി ഹിമാദ്രി. ഇന്ത്യയുടെ ആദ്യത്തെ ആർട്ടിക് ഗവേഷണ കേന്ദ്രമാണ് ഇത് ഹിമാദ്രി. 37ാമത്തെ ചോദ്യം, ഇന്ത്യക്ക് പുറത്ത് ആദ്യമായിട്ടൊരു ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെയാണ്? ഇന്ത്യക്ക് പുറത്ത് ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെയാ? ദക്ഷിണ ഗംഗോത്രിയിലാണ് അല്ലെ, ഓപ്ഷൻ സി ദക്ഷിണ ഗംഗോത്രിയിലാണ്. 38 സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം ഏതാണ്? സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം ഏതാ? അന്റാർട്ടിക്കയാട്ടോ. ഓപ്ഷൻ ബി അന്റാർട്ടിക്ക. സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡമാണ് ഇത് അന്റാർട്ടിക്ക. 39 യൂറോപ്പിനെ ഏഷ്യയിൽ നിന്ന് വേർതിരിക്കുന്ന പർവ്വതനിര ഏതാണ്? യൂറോപ്പിനെ ഏഷ്യയിൽ നിന്ന് വേർതിരിക്കുന്ന പർവ്വതനിര ഏതാ? യുറാലാണ് അല്ലെ, ഓപ്ഷൻ ബി യുറാൽ പർവ്വതനിരയാണ്. 40 പാതിരാ സൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? പാതിരാ സൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാ? നോർവേ ആണ്. ഓപ്ഷൻ സി നോർവേ ആണ്. പാതിരാ സൂര്യന്റെ നാട് ഏതാ? നോർവേ ആണ്. 40ാമത്തെ ചോദ്യം, ഏറ്റവും ചെറിയ വൻകര ഏതാണ്? ഏറ്റവും ചെറിയ വൻകര ഏതാ? ഓസ്ട്രേലിയ ആണ്. ഏറ്റവും ചെറിയ വൻകര ഏതാ? ഓസ്ട്രേലിയ ആണ്. 42ാമത്തെ ചോദ്യം, വൻകര ദ്വീപ് എന്നറിയപ്പെടുന്ന വൻകര ഏതാണ്? വൻകര ദ്വീപ് എന്നറിയപ്പെടുന്ന വൻകര ഏതാ? അതും ഓസ്ട്രേലിയ തന്നെയാണ് കേട്ടോ. ഓപ്ഷൻ ഡി ഓസ്ട്രേലിയ കേട്ടോ. വൻകര ദ്വീപ് എന്നറിയപ്പെടുന്ന ഏതാ? ഓസ്ട്രേലിയ ആണ്. 43 ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? ഏതാ? ഗ്രീൻലാൻഡ് ആണ്. ഓപ്ഷൻ സി ഗ്രീൻലാൻഡ് കേട്ടോ. ഗ്രീൻലാൻഡ് ആണ് ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് എന്ന് അറിയപ്പെടുന്നത്. 44ാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം ഏതാ? ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം ആർട്ടിക്, അന്റാർട്ടിക്, അറ്റ്ലാന്റിക്, പസഫിക്. ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം പസഫിക് ആണ് അല്ലേ. ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം ഏതാ? പസഫിക് സമുദ്രം. 45ാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ഏതാണ്? ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം, ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ചാലഞ്ചർ ഗർത്തമാട്ടോ. ചാലഞ്ചർ ഗർത്തം. ഓപ്ഷൻ ഡി ചാലഞ്ചർ ഗർത്തമാണ്. ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് ഇത് ചാലഞ്ചർ ഗർത്തം. 46 ഭൂമിയുടെ ഉത്തര ധ്രുവത്തെ ചുറ്റിക്കിടക്കുന്ന സമുദ്രം ഏതാണ്? ഭൂമിയുടെ ഉത്തര ധ്രുവത്തെ ചുറ്റിക്കിടക്കുന്ന സമുദ്രം ഏതാണ്? ഏതാ? ഭൂമിയുടെ ഉത്തര ധ്രുവത്തെ ആർട്ടിക് ആണ് അല്ലെ. ഓപ്ഷൻ എ ആർട്ടിക് സമുദ്രമാണ്. ആർട്ടിക് സമുദ്രം. 47ാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര സമുദ്ര വർഷം ഏതാണ്? അന്താരാഷ്ട്ര സമുദ്ര വർഷം 98, 2000, 999, 879. ഏതാ അന്താരാഷ്ട്ര സമുദ്ര വർഷം? 1998 ആണ്. 1998 ഇത് അന്താരാഷ്ട്ര സമുദ്ര വർഷമായിട്ട് ആചരിച്ചത്. 48 ലോക സമുദ്ര ദിനം എന്നാണ്? ലോക സമുദ്ര ദിനം എന്നാണ് ജൂൺ 8 അല്ലെ. ജൂൺ 8 ലോക സമുദ്ര ദിനം എന്ന ജൂൺ 8 ആണ്. 49 ദക്ഷിണ ഗംഗോത്രി തപാൽ ഓഫീസിന് ഇന്ത്യക്ക് തുടക്കം കുറിച്ച വർഷം ഏതാണ്? ദക്ഷിണ ഗംഗോത്രി തപാൽ ഓഫീസ് ഇന്ത്യ തുടക്കം കുറിച്ച വർഷം ഏതാണ്? 2007 ഉണ്ട്, 1983 ഉണ്ട്, 1986 ഉണ്ട്, 1893 ഉണ്ട്. എന്ന് മുതലാണ് ദക്ഷിണ ഗംഗോത്രി പ്രവർത്തനം ആരംഭിച്ചത്? 1983 മുതലാണ്. 1983 മുതലാണ്. 50 അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഏഷ്യ വൻകരക്കും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന വൻകര ഏതാണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഏഷ്യ വൻകരക്കും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന വൻകര ഏതാ? യൂറോപ്പാണ്. ഓപ്ഷൻ സി യൂറോപ്പാണ്. ഏതിൻ്റെയൊക്കെ എടുക്കുക? അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഏഷ്യ വൻകരക്കും ഇടയിലായിട്ടാണ് ഇത് യൂറോപ്പ്. 51 യൂറോപ്പിനെ ഏഷ്യയിൽ നിന്നും വേർതിരിക്കുന്ന പർവ്വതനിര ഏതാണ്? യൂറോപ്പിനെ ഏഷ്യയിൽ നിന്നും വേർതിരിക്കുന്ന പർവ്വതനിര ഏതാ? നമ്മൾ പറഞ്ഞു തോന്നുന്നു അല്ലേ. യുറാൽ പർവ്വതനിരയാണ്. 52 മുട്ടയിടുന്ന സസ്തനിയായ പ്ലാറ്റിപ്പസ് കാണപ്പെടുന്ന ഏക വൻകര ഏതാണ്? മുട്ടയിടുന്ന സസ്തനിയായിട്ടുള്ള പ്ലാറ്റിപ്പസ് കാണപ്പെടുന്ന ഏക വൻകര ഏതാ? ഓസ്ട്രേലിയ ആണ്. 53 ഡിങ്കോകൾ എന്നറിയപ്പെടുന്ന നായവർഗം കാണപ്പെടുന്ന ഏക വൻകര ഏതാണ്?
ഡിങ്കോകൾ എന്നറിയപ്പെടുന്ന നായവർഗം കാണപ്പെടുന്ന ഏക വൻകര ഏതാ? ഓസ്ട്രേലിയ. ഓപ്ഷൻ സി ഓസ്ട്രേലിയ. 54 കങ്കാരുകൾ കാണപ്പെടുന്ന ഏക വൻകര ഏതാ? കങ്കാരുക്കൾ കാണപ്പെടുന്ന ഏക വൻകര ഏതാ? അതും ഓസ്ട്രേലിയ ആണ്. 55 ചോദ്യം, ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്രപാത ഏതാ? ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്രപാത ഏതാ? അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ വടക്ക് ഭാഗമാണ്. നോർത്ത് അറ്റ്ലാന്റിക്കിലെ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ വടക്ക് ഭാഗമാണ് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്രപാത എന്നറിയപ്പെടുന്നത്. 56 ചോദ്യം, മത്സ്യബന്ധന കേന്ദ്രമായ ഗ്രാൻഡ് ബാങ്ക്സ് സ്ഥിതി ചെയ്യുന്ന സമുദ്രം ഏതാ? മത്സ്യബന്ധന കേന്ദ്രമായ ഗ്രാൻഡ് ബാങ്ക്സ് സ്ഥിതി ചെയ്യുന്ന സമുദ്രം ഏതാ? അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. 57 പവിഴപ്പുറ്റുകൾ പ്രധാനമായിട്ട് കണ്ടുവരുന്ന സമുദ്രം ഏതാ? പവിഴപ്പുറ്റുകൾ പ്രധാനമായിട്ട് കണ്ടുവരുന്ന സമുദ്രം ഏതാ? ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഓപ്ഷൻ ഡി ഇന്ത്യൻ മഹാസമുദ്രം. 58 വലിപ്പത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന സമുദ്രം ഏതാ? വലിപ്പത്തിൽ 2ാം സ്ഥാനത്തുള്ള സമുദ്രം ഏതാ? അറ്റ്ലാന്റിക് ആട്ടോ. ഓപ്ഷൻ ബി അറ്റ്ലാന്റിക് സമുദ്രമാണ്. 59 ചോദ്യം, പിരാന എന്ന അക്രമകാരിയായ മത്സ്യം കാണപ്പെടുന്ന നദി ഏതാ? പിരാന എന്ന അക്രമകാരിയായ മത്സ്യം കാണപ്പെടുന്ന നദി ഏതാ? എവിടെയാ? ആമസോണിലാട്ടോ. ഓപ്ഷൻ ബി ആമസോണിലാണ്. 60 ആമസോൺ നദി ഒഴുകുന്ന വൻകര ഏതാ? ആമസോൺ നദി ഒഴുകുന്ന വൻകര എവിടെയാ? തെക്കേ അമേരിക്കയിലാട്ടോ. ഓപ്ഷൻ ഡി തെക്കേ അമേരിക്ക. ആമസോൺ നദി ഒഴുകുന്ന വൻകര ഏതാ? തെക്കേ അമേരിക്കയാണ്. 61 ചോദ്യം, മഞ്ഞുകട്ടകൾ കൊണ്ട് നിർമ്മിക്കുന്ന വീടുകൾ അറിയപ്പെടുന്നത് എന്താണ്? മഞ്ഞുകട്ടകൾ കൊണ്ട് നിർമ്മിക്കുന്ന വീടുകൾ അറിയപ്പെടുന്നത് എന്താ? ഇഗ്ലു ആണ്. ഓപ്ഷൻ ഡി ആണ്. ഇഗ്ലു എന്ന പേരിലാണ് മഞ്ഞുകട്ടകൾ കൊണ്ട് നിർമ്മിക്കുന്ന വീടുകൾ അറിയപ്പെടുന്നത്. 62 ഈജിപ്ത്, സുഡാൻ എന്നീ രാജ്യങ്ങളുടെ ജീവനാഡി എന്നറിയപ്പെടുന്ന നദി ഏതാ? ഈജിപ്ത്, സുഡാൻ എന്നീ രാജ്യങ്ങളുടെ ജീവനാഡി എന്നറിയപ്പെടുന്ന നദി ഏതാ? നൈൽ നദിയാണ് അല്ലെ. ഇന്റർനാഷണൽ എന്നൊക്കെ അറിയപ്പെടുന്ന നദിയാണ് ഇത് നൈൽ നദി. 63 സഹാറ മരുഭൂമി സ്ഥിതി ചെയ്യുന്ന വൻകര ഏതാ? സഹാറ മരുഭൂമി സ്ഥിതി ചെയ്യുന്ന വൻകര യൂറോപ്പ്, ഏഷ്യ, തെക്കേ അമേരിക്ക, ആഫ്രിക്ക എവിടെയാ? സഹാറ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് ആഫ്രിക്കയിലാണ്. ഏറ്റവും വലിയ വൻകരയാണ്, ഏറ്റവും വലിയ മരുഭൂമിയാണ് ഇത്. സഹാറ മരുഭൂമി എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? ആഫ്രിക്കയിലാണ്. 64 നൈൽ നദി ഒഴുകുന്ന വൻകര ഏതാ? നൈൽ നദി ഒഴുകുന്ന വൻകര എവിടെയാ? ആഫ്രിക്കയാണ്. ഓപ്ഷൻ ബി ആഫ്രിക്ക. നൈൽ നദി ഒഴുകുന്ന വൻകര ഏതാ? ആഫ്രിക്ക. 65 ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാ? ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാ? നൈൽ നദി. 66 ചോദ്യം, നിബിഡ വനങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വൻകര ഏതാ? നിബിഡ വനങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വൻകര ഏതാ? ആഫ്രിക്കൻ വൻകരയിലാട്ടോ. ഓപ്ഷൻ എ ആഫ്രിക്കയിലാണ്. നിബിഡ വനങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ആഫ്രിക്കൻ വൻകരയിലാണ്. 67 ഭൂമിയുടെ ഉപരിതലത്തിന്റെ ഏകദേശം 3/1 ഭാഗവും സമുദ്രമാണ്. ഭൂമിയുടെ ഉപരിതലത്തിന്റെ ഏകദേശം 3ൽ എത്ര ഭാഗമാണ് സമുദ്രം? എത്രയാ? 3/2 ഭാഗവും എന്താണ്? സമുദ്രമാണ്. 68 ചോദ്യം, സമുദ്രങ്ങൾക്കിടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ കരഭാഗങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നത്? സമുദ്രങ്ങൾക്കിടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ കരഭാഗങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നത്? വൻകരകൾ എന്ന് അല്ലെ. ഓപ്ഷൻ ബി വൻകരകൾ എന്നാണ്. 69 ചോദ്യം, വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ് വൻകരകളെ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിച്ച് എഴുതുക. ഏതാ ഏറ്റവും വലുത്? ഏതാ ഏറ്റവും വലുത്? ഏഷ്യ അല്ലേ. ഏഷ്യ വരുന്നത് 2 ഉണ്ട്. ഇതിലും ഏഷ്യയുണ്ട്, ഇതിലും ഏഷ്യയുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് വെട്ടിക്കളിയാം. അപ്പോൾ ഏഷ്യ കഴിഞ്ഞാൽ ആഫ്രിക്ക, പിന്നെ വടക്കേ അമേരിക്ക, പിന്നെ തെക്കേ അമേരിക്ക. അപ്പോൾ ഓപ്ഷൻ സി ആട്ടോ ആൻസർ വരും. ഓപ്ഷൻ സി അല്ലേ. ഏഷ്യ, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ അല്ലെ. ഏഷ്യ, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്. ഇതാണ് ഇത് വൻകരകളുടെ വലിപ്പത്തിലുള്ള ക്രമീകരണം. ഇനി 70 ചോദ്യം, ഏറ്റവും വലിയ വൻകര ഏതാ? ഏറ്റവും വലിയ വൻകര ഏറ്റവും വലിയ വൻകര ഏതാ? നമ്മളിപ്പോൾ പഠിച്ചു. ഏതാ? ഏഷ്യയാണ്. ഏറ്റവും വലിയ വൻകര ഏഷ്യയാണ്. 71 ഇന്ത്യൻ മഹാസമുദ്രത്തിന് വടക്കായിട്ട് സ്ഥിതി ചെയ്യുന്നത് എന്താ? ഇന്ത്യൻ മഹാസമുദ്രത്തിന് വടക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന വൻകര
ഏതാ? ഏഷ്യയാണ് അല്ലെ. ഓപ്ഷൻ ബി ഏഷ്യ വൻകരയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിന് വടക്കായിട്ട് സ്ഥിതി ചെയ്യുന്നത് ഏതാ? ഏഷ്യ വൻകരയാണ്. 72ാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ അധിവസിക്കുന്ന വൻകര ഏതാണ്? ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ അധിവസിക്കുന്ന വൻകര നമുക്കറിയാം, പിന്നെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ് നമ്മൾ അല്ലേ, നമ്മൾ ഇന്ത്യയും അതുപോലെ ചൈനയുമാണ്. ഈ രണ്ട് രാജ്യങ്ങൾ ഏത് വൻകരയിലാണുള്ളത്? ഏഷ്യ വൻകരയിലാണ് അല്ലേ. അപ്പോൾ എന്തുകൊണ്ടും ജനങ്ങൾ ഏറ്റവും കൂടുതൽ അധിവസിക്കുന്ന വൻകര ഏത് തന്നെയായിരിക്കും? ഏഷ്യ വൻകര തന്നെയായിരിക്കും. 73, ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന വൻകര ഏതാണ്? ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന വൻകര ഏതാ? ഏഷ്യ വൻകര അല്ലേ. 74, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന വൻകര ഏതാണ്? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന വൻകര എവിടെയാ? ഏഷ്യ വൻകരയിലാണ് അല്ലെ. ഏഷ്യ വൻകരയിലാണ്. 75ാമത്തെ ചോദ്യം, ലോകത്തിൽ ഏറ്റവും അധികം നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന വൻകര ഏതാണ്? ലോകത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന വൻകര ഏതാ? ഏഷ്യ വൻകരയാണ്. ഓപ്ഷൻ ഡി ഏഷ്യ വൻകര. 76, ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതനിര ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതനിര ഹിമാലയം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 77ാമത്തെ ചോദ്യം, ശരിയായ പ്രസ്താവന കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ശരിയായ പ്രസ്താവന കണ്ടെത്താൻ വേണ്ടിയിട്ട് ഓപ്ഷൻ എ, ഏഷ്യ വൻകരയിൽ ഇന്ത്യക്ക് വടക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന ഹിമാലയ പർവ്വതനിര ഇന്ത്യയുടെ കാലാവസ്ഥയിലും സംസ്കാരത്തിലും ഏറെ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഓപ്ഷൻ ബി, ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് ഉൾപ്പെടെ നിരവധി കൊടുമുടികൾ ഉൾക്കൊള്ളുന്ന പർവ്വതനിരയാണ് ഹിമാലയം. ഓപ്ഷൻ സി, ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതനിരയാണ് ഹിമാലയം. ഓപ്ഷൻ ഡി, ലോകത്തിലെ ഏറ്റവും അധികം നെല്ലുൽപ്പാദിപ്പിക്കുന്ന വൻകരയാണ് ഏഷ്യ. അപ്പോൾ ഈ 4 പ്രസ്താവനകൾ ശരിയായത് ഏതൊക്കെയാണ്? ഏതൊക്കെയാ ശരിയായിട്ടുള്ള പ്രസ്താവന? ഒന്നാമത്തത്, ഏഷ്യ വൻകരയിൽ ഇന്ത്യക്ക് വടക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന ഹിമാലയ പർവ്വതനിര ഇന്ത്യയുടെ കാലാവസ്ഥയിലും സംസ്കാരത്തിലും ഏറെ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ശരിയാണ്. രണ്ടാമത്തത്, ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായിട്ടുള്ള മൗണ്ട് എവറസ്റ്റ് ഉൾപ്പെടെ നിരവധി കൊടുമുടികൾ ഉൾക്കൊള്ളുന്ന പർവ്വതനിരയാണ് ഹിമാലയം. ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതനിരയാണ് ഹിമാലയം. ലോകത്തിലെ ഏറ്റവും അധികം നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന വൻകരയാണ് ഏഷ്യ വൻകര. 4 പ്രസ്താവനകൾ എന്താ? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. 78, വലിപ്പത്തിൽ 2ാം സ്ഥാനത്തുള്ള വൻകര ഏതാണ്? വലിപ്പത്തിൽ 2ാം സ്ഥാനത്തുള്ള വൻകര ഏതാണ്? ഏതായിരുന്നു? ആഫ്രിക്കയാണ്. 79ാം ചോദ്യം, ആഫ്രിക്കയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയായ ഡാഷ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയായിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു? സഹാറ മരുഭൂമി അല്ലേ. ഇനി 80ാമത്തെ ചോദ്യം, തെറ്റായ പ്രസ്താവന കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ നൈൽ ആഫ്രിക്കൻ വൻകരയിലൂടെ ഒഴുകുന്നു. ഓപ്ഷൻ ബി, ലോകത്തിൽ ഏറ്റവും കൂടുതൽ വന്യജീവി സമ്പത്തുള്ള നിബിഡ വനങ്ങൾ ആഫ്രിക്കൻ വൻകരയിൽ കാണപ്പെടുന്നു. ഓപ്ഷൻ സി, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നൈൽ നദി ആഫ്രിക്കയുടെ വടക്ക് കിഴക്ക് ഭാഗത്തുകൂടി ഒഴുകുന്നു. ഓപ്ഷൻ ഡി, ജനവാസത്തിൽ 1ാം സ്ഥാനം ആഫ്രിക്കൻ വൻകരക്കാണ്. ഇതിൽ തെറ്റായത് ഏതൊക്കെയാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട്. ഏതാ ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന? ഒന്നാമത്തെ, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ നൈൽ നദി ആഫ്രിക്കൻ വൻകരയിലൂടെ ഒഴുകുന്നു. ശരിയാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വന്യജീവി സമ്പത്തുള്ള നിബിഡ വനങ്ങൾ ആഫ്രിക്കൻ വൻകരയിൽ കാണപ്പെടുന്നു. ഓപ്ഷൻ സി, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നൈൽ നദി ആഫ്രിക്കയുടെ വടക്ക് കിഴക്ക് ഭാഗത്തുകൂടി ഒഴുകുന്നു. ജനവാസത്തിൽ 1ാം സ്ഥാനത്ത് ആഫ്രിക്കൻ വൻകരയാണ്. തെറ്റാണ്. ഏതാ? ഏഷ്യയാണ്. അപ്പോൾ ഓപ്ഷൻ ബി, ഡി മാത്രമാണ് എന്ത്? തെറ്റായിട്ടുള്ളത്. 81ാമത്തെ ചോദ്യം, ശരിയായത് ഏതാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താം. ഒന്നാമത്തത്, ഏകദേശം 6850 കിലോമീറ്റർ നീളമുള്ള നൈൽ നദിയെ അന്താരാഷ്ട്ര നദി എന്ന് വിശേഷിപ്പിക്കുന്നു. 2, നൈൽ ആഫ്രിക്കൻ വൻകരയിലൂടെ 11 രാജ്യങ്ങളിലൂടെ ഒഴുകുന്നു. 3, ഈജിപ്റ്റ്, സുഡാൻ എന്നീ രാജ്യങ്ങളുടെ ജീവനാഡിയായിട്ട് നൈൽ നദിയെ വിശേഷിപ്പിക്കുന്നു. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചതാണല്ല. ഓപ്ഷൻ ഡി, ഇവയെല്ലാം എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. 82, പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന വൻകര ഏതാണ്? പസഫിക്കിനും അറ്റ്ലാന്റിക്കിനും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന വൻകര. പസഫിക്കിനും അറ്റ്ലാന്റിക്കിനും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന വൻകര ഏതാ? വടക്കേ അമേരിക്ക അല്ലെ. ഓപ്ഷൻ ബി, വടക്കേ അമേരിക്ക.
എൺപത്തിമൂന്നാമത്തെ ചോദ്യം, പഞ്ചമഹാ തടാകങ്ങളിൽ പെട്ടത് ഏതൊക്കെയാണെന്ന് കണ്ടെത്താം. പഞ്ചമഹാ തടാകങ്ങളിൽ ഉൾപ്പെട്ടത് മിഷിഗൺ, സുപ്പീരിയർ, ഫ്രെറൺ അല്ല, ഹ്യൂറോൺ ആണ്. ഹ്യൂറോൺ. മിഷിഗൺ, സുപ്പീരിയർ, ഹ്യൂറോൺ, ഒൻറ്റാരിയോ. ഇതിൽ ഏതൊക്കെയാണ് പഞ്ചമഹാ തടാകങ്ങളിൽ പെട്ടത്? ഏതൊക്കെയാ? ഇത് നാലും എന്താണ്? പഞ്ചമഹാ തടാകങ്ങളിൽ പെട്ടത് തന്നെ കേട്ടോ. ഇത് ഫ്രെറൺ അല്ല, അതായത് ഹ്യൂറോൺ ആണ് കേട്ടോ. പഞ്ചമഹാ തടാകങ്ങൾ ഏതൊക്കെയാ? സുപ്പീരിയർ, മിഷിഗൺ, ഹ്യൂറോൺ, എറി, ഒൻറ്റാറിയോ അല്ലെ. എറി, ഒൻറ്റാറിയോ. 84ാമത്തെ ചോദ്യം, തന്നിരിക്കുന്നതിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ എ, മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രദേശത്ത് താമസിക്കുന്ന ഇന്യൂട്ടുകൾ, അതായത് എസ്കിമോകൾ വടക്കേ അമേരിക്കയുടെ പ്രത്യേകതയാണ്. ഓപ്ഷൻ ബി, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന വൻകരയാണ് വടക്കേ അമേരിക്ക. ഓപ്ഷൻ സി, മഞ്ഞുറഞ്ഞു കിടക്കുന്ന വടക്കൻ ധ്രുവപ്രദേശത്ത് താമസിക്കുന്ന ഇന്യൂട്ടുകൾ തണുപ്പ് കാലത്ത് താൽക്കാലികമായിട്ട് മഞ്ഞുകട്ടകൾ കൊണ്ട് വീടുണ്ടാക്കാറുണ്ട്. ഈ വീടുകളാണ് ഇഗ്ലൂ എന്ന് അറിയപ്പെടുന്നത്. ഓപ്ഷൻ ഡി, വടക്കേ അമേരിക്കയിലാണ് പഞ്ചമഹാ തടാകങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഈ 4 പ്രസ്താവനകൾ ശരിയായത് ഏതൊക്കെയാണ്? ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഒന്നാമത്തത്, മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രദേശത്ത് താമസിക്കുന്ന ഇന്യൂട്ടുകൾ അഥവാ എസ്കിമോകൾ വടക്കേ അമേരിക്കയുടെ ഒരു പ്രത്യേകതയാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന വൻകര വടക്കേ അമേരിക്ക. നെല്ലാണെങ്കിലോ ഏഷ്യയാണ്. മഞ്ഞുറഞ്ഞു കിടക്കുന്ന വടക്കൻ ധ്രുവപ്രദേശത്ത് താമസിക്കുന്ന ഇന്യൂട്ടുകൾ തണുപ്പ് കാലത്ത് താൽക്കാലികമായിട്ട് മഞ്ഞുകട്ടകൾ കൊണ്ട് വീടുണ്ടാക്കാറുണ്ട്. ഈ വീടുകൾ ഇഗ്ലൂ എന്ന് അറിയപ്പെടുന്നുണ്ട്. വടക്കേ അമേരിക്കയിലാണ് ഇത് പഞ്ചമഹാ തടാകങ്ങൾ. 4 പ്രസ്താവനകളും ശരിയായിട്ടുള്ളതാണ്. 85ാമത്തെ ചോദ്യം, ഇത് നമുക്ക് പ്രാചീനകാലം നമുക്ക് പറഞ്ഞിട്ടില്ല. 86ാം ചോദ്യം, പ്രാചീനകാലത്ത് ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങൾ അറിയപ്പെട്ട പേരെന്താണ്? പ്രാചീനകാലത്ത് നമ്മളൊക്കെ അറിയപ്പെട്ടത് ഏത് പേരിലായിരുന്നു? തമിഴകമാട്ടോ. തമിഴകം എന്ന പേരിലാണ്. ജസ്റ്റ് ഒന്ന് പഠിച്ചു നോക്കുക, ചോദിക്കാൻ സാധ്യതയുണ്ടോയെന്ന് അറിയില്ല. 87, വേദകാലഘട്ടത്തിൽ തൊഴിലടിസ്ഥാനമാക്കി നിലനിന്നിരുന്ന വിഭജനമാണ് ഡാഷ്. വേദകാലത്തിൽ തൊഴിലടിസ്ഥാനമാക്കി നിലനിന്നിരുന്ന വിഭജനഘട്ടം എന്ത് പേരിലായിരുന്നു? ചാതുർവർണ്ണം അല്ലേ. ഓപ്ഷൻ ഡി, ചാതുർവർണ്ണ്യം എന്ന പേരിലാണ്. 88ാമത്, സിന്ധു നദീതടത്തിൽ ഏകദേശം എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് ആര്യന്മാർ എന്നറിയപ്പെടുന്ന ഒരു ജനവിഭാഗം കുടിയേറിയത്? എത്രയാ? 3500 ആണ്. ഓപ്ഷൻ എ 3500. ഇത് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, കാരണം ഇത് ഈ അടുത്ത് കഴിഞ്ഞൊരു എക്സാം ചോദിച്ചിട്ടുണ്ട്. സംഘകാല തിണകളിൽ വരണ്ട പ്രദേശം അറിയപ്പെടുന്ന ഏത് പേരിലാണ്? സംഘകാല തിണകളിൽ വരണ്ട പ്രദേശം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഏത് പേരില? പാലയാണ് കേട്ടോ. പാലേ. വരണ്ട പ്രദേശം ഏതാ? പാലേ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 90, സംഘകാലത്ത് മലയോര പ്രദേശങ്ങൾ അറിയപ്പെട്ട ഏത് പേരിലാണ്? മലയോര പ്രദേശങ്ങൾ അറിയപ്പെട്ടത് ഏത് പേരില? കുറുഞ്ചിയാണ്. ഓപ്ഷൻ സി, കുറുഞ്ചിയാണ്. മലയോര പ്രദേശങ്ങൾ ഏതാ? കുറുഞ്ചിയാണ്. 91, സംഘകാലത്ത് തീരപ്രദേശം അറിയപ്പെട്ട ഏത് പേരിലാണ്? സംഘകാലത്ത് തീരപ്രദേശം അറിയപ്പെട്ടത് ഏത് പേരില? ഓപ്ഷൻ ബി, നെയ്തലാണ് കേട്ടോ. നെയ്തൽ എന്ന പേരിലാണ്. 92, സംഘകാലത്ത് കാടും പുൽമേടുകളും അടങ്ങിയ പ്രദേശം അറിയപ്പെട്ട ഏത് പേരിലാണ്? കാടും പുൽമേടുകൾക്ക് അടങ്ങിയ പ്രദേശം ഏത് പേരിൽ അറിയപ്പെട്ടത്? മുല്ലയാണ് അല്ലേ. ഓപ്ഷൻ സി, മുല്ല എന്ന പേരിലാണ്. 93, വലയങ്ങൾ കാണപ്പെടുന്ന ഗ്രഹം ഏതാണ്? വലയങ്ങൾ കാണപ്പെടുന്ന ഗ്രഹം ഏതാണ്? ചൊവ്വ, ബുധൻ, വ്യാഴം, ശനി. വലയങ്ങൾ കാണപ്പെടുന്ന ഗ്രഹം ഏതാ? ശനിയാണ് അല്ലെ. ഓപ്ഷൻ ഡി, ശനിയാണ്. 94, സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം. ഓപ്ഷൻ സി, വ്യാഴമാണ്. 95, ഒരു വ്യാഴവട്ടം എന്നാൽ എത്ര വർഷം? വ്യാഴവട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വർഷം? 12 വർഷമാണ്. 96, സൗരയൂഥത്തിലെ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ഏതാണ്? സൗരയൂഥത്തിലെ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ഏതാ? ശുക്രനാണ്. 97, സൗരയൂഥത്തിലെ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ഏതാണ്? സൗരയൂഥത്തിലെ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ശുക്രനാണ്. തിളക്കം ശുക്രൻ, ചൂട് ശുക്രൻ. 98, സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം? സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ഏതാ? ബുധനാണ്. 99ാം ചോദ്യം, നീലഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാ? നീലഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഓപ്ഷൻ ബി, ഭൂമിയാണ്. 100ാമത്തെ ചോദ്യം, ഗലീലിയോ ഗലീലി ഏത് രാജ്യക്കാരനാണ്? ഗലീലിയോ ഗലീലി ഏത് രാജ്യക്കാരനാ? ഇറ്റലിക്കാരനാണ്. 101, ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ഇടയിൽ കാണപ്പെടുന്ന പാറക്കഷ്ണങ്ങളെ പറയുന്നത് എന്താ? ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ഇടയിലായിട്ട് കാണപ്പെടുന്ന പാറക്കഷ്ണങ്ങൾ
ഏതാ? ക്ഷുദ്രഗ്രഹങ്ങളാണ് അല്ലെ, ക്ഷുദ്രഗ്രഹങ്ങൾ. 102 സൂര്യനെ വലയം വെക്കാൻ 84 വർഷം എടുക്കുന്ന ഗ്രഹം ഏതാണ്? സൂര്യനെ വലയം വെക്കാൻ വേണ്ടിയിട്ട് 84 വർഷം എടുക്കുന്ന ഗ്രഹമാണ് ഇത്? യുറാനസ് ആണ്. ഓപ്ഷൻ സി യുറാനസ് ആണ്. 103 നെപ്റ്റ്യൂണ് സൂര്യനെ ഒരു തവണ വലയം വെക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്? നെപ്റ്റ്യൂണ് സൂര്യനെ ഒരു തവണ വലം വെക്കാൻ എടുക്കുന്ന സമയം എത്രയാ? 164 വർഷമാണ്. 104ാമത്തെ ചോദ്യം, ഉരുളുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഉരുളുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ഏതാ? ഉരുളുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ് ആണ്. ഓപ്ഷൻ ബി യുറാനസ് ആണ്. 105 വാഹനങ്ങളുടെ ചക്രം പോലെ കറങ്ങുന്ന ഗ്രഹം ഏതാണ്? വാഹനങ്ങളുടെ ചക്രം പോലെ കറങ്ങുന്ന ഗ്രഹം ഏതാ? യുറാനസ് ആണ്. ഓപ്ഷൻ സി യുറാനസ്. 106ാം ചോദ്യം, പ്ലൂട്ടോക്ക് ഗ്രഹപദവി നഷ്ടമായ വർഷം ഏതാണ്? പ്ലൂട്ടോക്ക് ഗ്രഹപദവി നഷ്ടമായ വർഷം ഏത് വർഷ? 2006 107ാം ചോദ്യം, ഷാരോൺ എന്നത് എന്തിൻ്റെ ഉപഗ്രഹം? ഷാരോൺ എന്തിൻ്റെ ഉപഗ്രഹം? എന്തിൻ്റെ? പ്ലൂട്ടോയുടെ ഉപഗ്രഹമാണ് ഷാരോൺ. 108 ഏറ്റവും അവസാനമായിട്ട് കണ്ടെത്തിയ വാൽനക്ഷത്രം ഏതാണ്? ഏറ്റവും അവസാനമായിട്ട് കണ്ടെത്തിയ വാൽനക്ഷത്രം ഏതാ? ഐസൺ ആണ്. ഓപ്ഷൻ ഡി ഐസൺ ആണ്. 109 ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാണ്? ഭൂമിയോട് ഏറ്റവും അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഓപ്ഷൻ സി സൂര്യനാണ്. 110ാം ചോദ്യം, ഭൂമി ഉൾപ്പെടുന്ന കുടുംബം ഏതാണ്? ഭൂമി ഉൾപ്പെടുന്ന കുടുംബം ഏതാ? സൗരയുധമാണ്. ഓപ്ഷൻ സി സൗരയുധം. 111ാം ചോദ്യം, ശരിയായ പ്രസ്താവന കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഓപ്ഷൻ എ സൂര്യൻ ഒരു നക്ഷത്രമാണ്. ഓപ്ഷൻ ബി സ്വയം കത്തുന്ന ഭീമാകാരമായ ആഘോഷഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. ഓപ്ഷൻ സി സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരപാത അറിയപ്പെടുന്നത് ഭ്രമണപഥം എന്നാണ്. ഓപ്ഷൻ ഡി ഇവിടെയാണ്. പിന്നെ സൂര്യന് ചുറ്റും കറങ്ങുന്നതാണ് ഗ്രഹങ്ങൾ. സൂര്യന് ചുറ്റും കറങ്ങുന്നതാണ് ഗ്രഹങ്ങൾ. അപ്പോൾ ഈ 4 പ്രസ്താവനകൾ ശരിയായത് ഏതൊക്കെയാണ്? ശരിയായത്? സൂര്യൻ ഒരു നക്ഷത്രമാണ്. സ്വയം കത്തുന്ന ഭീമാകാരമായ ആഘോഷഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. സൂര്യൻ ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരപാത അറിയപ്പെടുന്നതാണ് ഭ്രമണപഥം. സൂര്യന് ചുറ്റും കറങ്ങുന്നതാണ് ഗ്രഹങ്ങൾ. 4 പ്രസ്താവനകൾ എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. 112ാമത്തെ ചോദ്യം, നക്ഷത്രങ്ങൾ വലിയ അളവിൽ പുറത്തുവിടുന്നത് എന്താണ്? താപമാണോ പ്രകാശമാണോ? നക്ഷത്രങ്ങൾ വലിയ അളവിൽ പുറത്തുവിടുന്നത് താപമുണ്ട്, പ്രകാശമുണ്ട്. ഏതാ? താപവും പ്രകാശവും എന്ത് ചെയ്യുന്നുണ്ട്? വലിയ അളവിൽ പുറത്തു വിടുന്നുണ്ട്. 113 സ്വയം കറങ്ങുന്നതോടൊപ്പം സൂര്യനെ വലയം വെക്കുകയും ചെയ്യുന്ന ആഘോഷഗോളങ്ങൾ ഏതൊക്കെയാണ്? സ്വയം കറങ്ങുന്നതോടൊപ്പം സൂര്യനെ വലം വെക്കുകയും ചെയ്യുന്ന ആഘോഷഗോളങ്ങൾ ഏതാ? അതാണ് ഗ്രഹങ്ങളാണ്. ഓപ്ഷൻ ഡി ഗ്രഹങ്ങളാണ്. 114 സൂര്യന് ചുറ്റും കറങ്ങുന്ന ഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? സൂര്യന് ചുറ്റും കറങ്ങുന്ന ഗ്രഹങ്ങൾ ഏതൊക്കെയാ? ഇത് 4 ഉണ്ട് കേട്ടോ. അതായത് ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ അല്ലേ? ഓപ്ഷൻ ബി ആവില്ല. ഇത് 4 എന്തുണ്ട്? സൂര്യന് ചുറ്റും കറങ്ങുന്ന ഗ്രഹങ്ങളാണ്. 116 സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരപാത അറിയപ്പെടുന്നത് എന്താണ്? സൂര്യന് ചുറ്റുമുള്ള സഞ്ചാരപാത അറിയപ്പെടുന്നത് ഗ്രഹങ്ങളുടെ സഞ്ചാരപാതയാണ് ഭ്രമണപഥം എന്നല്ലേ? ഭ്രമണപഥം എന്നാണ് അറിയപ്പെടുന്നത്. 117 ക്രമീകരിച്ച ഗ്രഹങ്ങൾ സൂര്യനിൽ നിന്നുള്ള അകലത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതാൻ വേണ്ടിട്ടോ. ഗ്രഹങ്ങൾ സൂര്യനിൽ നിന്നുള്ള അകലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാ വരിക? സൂര്യൻ്റെ ഏറ്റവും അടുത്തുള്ള ഏതാ? ബുധനാണ് അല്ലേ? ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ അല്ലേ? അങ്ങനെയല്ലേ വരുന്നത്? ഓപ്ഷൻ ബി ആട്ടോ വരിക. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂണ്. 118ാമത്തെ ചോദ്യം ശരിയായത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഓപ്ഷൻ എ സൗരയുധത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് പ്രതിപാദിക്കുന്ന സൗരകേന്ദ്രത്തിൻ്റെ ഉപജ്ഞാതാവ് കോപ്പർനിക്കസ് ആണ്. ഓപ്ഷൻ ബി പോളണ്ടുകാരനായ ഭൗമശാസ്ത്രജ്ഞനും വാനശാസ്ത്രജ്ഞനുമായിരുന്നു കോപ്പർനിക്കസ്. അപ്പോൾ ഈ 2 പ്രസ്താവന ശരിയായത് ഏതൊക്കെയാണ്?
ഏതൊക്കെയായിരിക്കും ശരിയായത്? സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന് പ്രതിപാദിക്കുന്ന സൗരകേന്ദ്ര സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് കോപ്പർനിക്കസ്. ഓപ്ഷൻ ബി, പോളണ്ടുകാരനായ ഭൗമശാസ്ത്രജ്ഞനും വാനശാസ്ത്രജ്ഞനുമായ വ്യക്തിയാണ് ആര്? കോപ്പർനിക്കസ്. രണ്ടും എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 119ാമത്തെ ചോദ്യം, സൗരയൂഥത്തിലെ ഒരേ ഒരു നക്ഷത്രം ഏതാണ്? സൗരയൂഥത്തിലെ ഒരേ ഒരു നക്ഷത്രമാണ് ഏത്? നമ്മുടെ സൂര്യന്. 120ാമത്തെ ചോദ്യം, ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങൾ ഏതാണ്? ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങൾ ഏതൊക്കെയാ? ബുധനും ശുക്രനുമാട്ടോ. ബുധനും ശുക്രനുമാണ് എന്ത്? ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങൾ. ജനങ്ങൾ വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദി ഏതാണ്? ജനങ്ങൾക്ക് വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദി ഏതാ? ഗ്രാമസഭയാണ് അല്ലെ. ഓപ്ഷൻ എ, ഗ്രാമസഭയാണ്. രണ്ടാമത്തെ ചോദ്യം, നഗരങ്ങളിൽ ഗ്രാമസഭ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? നഗരങ്ങളിൽ ഗ്രാമസഭ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? വാർഡ് സഭ എന്ന പേരിൽ അല്ലെ. ഓപ്ഷൻ ഡി, വാർഡ് സഭ എന്ന പേരിലാണ് ഇത് നഗരങ്ങളിൽ ഗ്രാമസഭ അറിയപ്പെടുന്നത്. മൂന്നാമത്തെ ചോദ്യം, ഒരു വാർഡിൽ നിന്ന് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധിയെ ഗ്രാമങ്ങളിൽ അറിയപ്പെടുന്ന പേരെന്താ? ഒരു വാർഡിൽ നിന്ന് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധിയെ ഗ്രാമങ്ങളിൽ അറിയപ്പെടുന്നത് എന്താ അറിയപ്പെടുന്നത്? വാർഡ് മെമ്പർ ആണ് അല്ലേ. വാർഡ് മെമ്പർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു വാർഡിൽ നിന്നും ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന നഗരങ്ങളിൽ പ്രതിനിധിയെ അറിയപ്പെടുന്ന ഏത് പേരിലാണ്? അതായത് നമ്മുടെ പഞ്ചായത്തുകൾ അറിയപ്പെടുന്നത് നമ്മൾ എന്താ? വാർഡ് മെമ്പർ എന്ന പേരിലാണ്. അങ്ങനെയാണെങ്കിൽ നഗരസഭകളിൽ എന്ത് പേരിൽ അറിയപ്പെടുന്നവർ? നഗരസഭയിൽ അവർ അറിയപ്പെടുന്നത് കൗൺസിലറാണ് അല്ലേ. ഓപ്ഷൻ ഡി ആണ്, കൗൺസിലറാണ്. ഇനി അഞ്ചാമത്തെ ചോദ്യം, ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം എന്നത് ആരുടെ വാക്കുകളാണ്? ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം എന്ന് പറഞ്ഞത് ആരാ? മഹാത്മാഗാന്ധിയാണ് അല്ലേ. ഓപ്ഷൻ സി, മഹാത്മാഗാന്ധിയാണ്. എന്താ പറഞ്ഞത്? ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം എന്ന് പറഞ്ഞത് ആരാ? മഹാത്മാഗാന്ധിയാണ്. ആറാമത്തെ ചോദ്യം, ആഗോള ആദരവ് പിടിച്ചുപറ്റുന്ന ഏക ഭരണ സംവിധാനം ജനാധിപത്യമാണ് എന്ന് പറഞ്ഞത് ആരാ? ആഗോള ആദരവ് പിടിച്ചുപറ്റുന്ന ഏക ഭരണ സംവിധാനം ജനാധിപത്യമാണ് എന്ന് പറഞ്ഞതാരാ? അമർത്യ സെൻ ആണ് അല്ലേ. ഓപ്ഷൻ സി, അമർത്യ സെൻ ആണ്. ഏഴാമത്തെ ചോദ്യം, ജനങ്ങൾ നേരിട്ടോ അല്ലെങ്കിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളോ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഭരണം നടത്തുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് എന്താണ്? ജനങ്ങൾ നേരിട്ടോ അല്ലെങ്കിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളോ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഭരണം നടത്തുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് അതാണെന്ത്? ജനാധിപത്യം അല്ലേ. ജനാധിപത്യം എന്ന പേരിൽ അറിയപ്പെടുന്നത് ജനങ്ങൾ നേരിട്ടിട്ട് അല്ലെങ്കിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഭരണം നടത്തുന്ന ഒരു പ്രക്രിയ, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ജനാധിപത്യം എന്ന് പറയുന്നത്. ഇനി എട്ടാമത്തെ ചോദ്യം ശരിയായത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തത്, ജനാധിപത്യം എന്ന ആശയം ഉടലെടുത്തത് ഫ്രാൻസിൽ നിന്നാണ്. ഓപ്ഷൻ ബി, ജനം എന്നർത്ഥമുള്ള ഡെമോസ്, ശക്തി അഥവാ അധികാരം എന്നർത്ഥമുള്ള കാറ്റോസ് എന്നീ ഗ്രീക്ക് പദങ്ങൾ ചേർന്നുണ്ടായതാണ് ഡെമോക്രസി. ഓപ്ഷൻ സി, ജനാധിപത്യം എന്നർത്ഥം വരുന്ന ഡെമോക്രസി എന്ന ഇംഗ്ലീഷ് പദം ഡെമോക്രാറ്റിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത്. ഓപ്ഷൻ ഡി, പ്രത്യക്ഷ ജനാധിപത്യത്തിൻ്റെ ആലയമാണ് അമേരിക്ക. അപ്പോൾ ഈ 4 പ്രസ്താവനകളിൽ ഏതാണ് ശരിയായതെന്ന് കണ്ടെത്തുക. ഏതാ ഇതിൽ ശരിയായത്? നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ടൊന്നും കൂടി കേട്ട് നോക്കുക. അപ്പോൾ 4 പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ജനം എന്നർത്ഥമുള്ള ഡെമോസ്, അതുപോലെ ശക്തി അഥവാ അധികാരം എന്നർത്ഥമുള്ള കാറ്റോസ് എന്നീ ഗ്രീക്ക് പദങ്ങൾ ചേർന്നുണ്ടായിട്ടാണ് ഇത് ഡെമോക്രസി എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ജനം എന്നർത്ഥമുള്ള ഡെമോസ്, അതുപോലെ ശക്തി അഥവാ അധികാരം എന്നർത്ഥമുള്ള കാറ്റോസ് എന്നീ ഗ്രീക്ക് പദങ്ങൾ ചേർന്നിട്ടാണ് ഇതുണ്ടായത് ഡെമോക്രസി എന്ന പദം ഉണ്ടായത്. ഇനി 9ാമത്തെ ചോദ്യം, പ്രത്യക്ഷ ജനാധിപത്യത്തിൽ പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതാരാണ്? പ്രത്യക്ഷ ജനാധിപത്യത്തിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതാരാണ്? ജനങ്ങൾ നേരിട്ട്, പ്രധാനമന്ത്രി, എല്ലാ ഭരണാധികാരികളും, പ്രസിഡന്റ്. ആരാ? ജനങ്ങൾ നേരിട്ടാണ് അല്ലേ. പ്രത്യക്ഷ ജനാധിപത്യത്തിൽ പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതാരാ? ജനങ്ങൾ നേരിട്ടാണ്. 10ാമത്തെ ചോദ്യം, തിരഞ്ഞെടുത്ത പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന പ്രാതിനിധ്യ ജനാധിപത്യം ഏതാണ്? തിരഞ്ഞെടുത്ത പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന പ്രാതിനിധ്യ ജനാധിപത്യമാണ് ഡാഷ്.
എന്താ? പരോക്ഷ ജനാധിപത്യമാണ്. ഓപ്ഷൻ സി പരോക്ഷ ജനാധിപത്യം. 11ാമത്തെ ചോദ്യം, ലോകത്തിൽ നിലനിൽക്കുന്ന ഭരണ സംവിധാനത്തിൽ ഏറ്റവും മികച്ചതാണ് ഡാഷ്. ലോകത്തിൽ നിലനിൽക്കുന്ന ഭരണ സംവിധാനത്തിൽ ഏറ്റവും മികച്ചതാണ്. ഓപ്ഷൻ എ ജനാധിപത്യ സംവിധാനം, ഓപ്ഷൻ ബി പ്രസിഡന്റ് സംവിധാനം, ഓപ്ഷൻ സി ഇവയെല്ലാം, ഓപ്ഷൻ ഡി രാജവാഴ്ച. ഏതാ? ജനാധിപത്യ സംവിധാനമാണ് അല്ലെ, ജനാധിപത്യ സംവിധാനമാണ്. ലോകത്തിൽ നിലനിൽക്കുന്ന ഭരണ സംവിധാനത്തിൽ ഏറ്റവും മികച്ചതെന്ന് പറയുന്നത് ഏതാ? ജനാധിപത്യ സംവിധാനമാണ്. 12ാമത്തെ ചോദ്യം, ശരിയായത് ഏതാന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഓപ്ഷൻ ബി ജനാധിപത്യത്തിന്റെ അടിസ്ഥാന സവിശേഷതകളിൽ ഒന്നാണ് തിരഞ്ഞെടുപ്പ്. ഓപ്ഷൻ സി ലോകത്തിൽ നിലനിൽക്കുന്ന ഭരണ സംവിധാനത്തിൽ ഏറ്റവും മികച്ചതാണ് ജനാധിപത്യ സംവിധാനം. ഓപ്ഷൻ ഡി പ്രത്യക്ഷ ജനാധിപത്യത്തിൽ പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നത് പ്രധാനമന്ത്രിയാണ്. ഓപ്ഷൻ സി ഇവിടെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ 4 പ്രസ്താവന നിങ്ങൾ ഒന്നും കൂടി കേട്ട് നോക്കുക, എന്നിട്ട് ഏതൊക്കെയാണ് ശരിയായതെന്നുള്ളത് കണ്ടുപിടിക്കുക. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഇതിൽ? ഒന്നാമത്തത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. ശരിയാണ്. ഓപ്ഷൻ ബി ജനാധിപത്യത്തിന്റെ അടിസ്ഥാന സവിശേഷതകളിൽ ഒന്നാണ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ശരിയാണ്. ഓപ്ഷൻ സി ലോകത്തിൽ നിലനിൽക്കുന്ന ഭരണ സംവിധാനത്തിൽ ഏറ്റവും മികച്ചതാണ് ജനാധിപത്യ സംവിധാനം. അതും ശരിയാണ്. പ്രത്യക്ഷ ജനാധിപത്യത്തിൽ പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്ന ആരാ? പ്രധാനമന്ത്രിയല്ല, ജനങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ? എയും ബിയും സിയും ആണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഇനി 13, എത്ര വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരന്മാർക്കാണ് വോട്ടവകാശമുള്ളത്? എത്ര വയസ്സ് പൂർത്തിയായവർക്ക് വോട്ടവകാശമുള്ളത്? 18 വയസ്സ് പൂർത്തിയായവർക്ക് എന്ത് ചെയ്യാം? വോട്ട് ചെയ്യാം അല്ലേ. ഇനി ശരിയായ പ്രസ്താവന കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഓപ്ഷൻ എ തിരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. ഓപ്ഷൻ ബി ജനാധിപത്യത്തെ നിലനിർത്തുന്നത് തിരഞ്ഞെടുപ്പുകളാണ്. ഓപ്ഷൻ സി ജനാധിപത്യത്തെ നിലനിർത്തുന്നത് നിയമവാഴ്ചയാണ്. ഓപ്ഷൻ ഡി ജനാധിപത്യത്തെ നിലനിർത്തുന്നത് സാമൂഹിക സാമ്പത്തിക നീതിയാണ്. ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? തിരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. ജനാധിപത്യത്തെ നിലനിർത്തുന്നത് തിരഞ്ഞെടുപ്പുകളാണ്. അതുപോലെ ജനാധിപത്യത്തെ നിലനിർത്തുന്നത് നിയമവാഴ്ചകളാണ്. ജനാധിപത്യത്തെ നിലനിർത്തുന്നത് സാമൂഹിക സാമ്പത്തിക നീതിയാണ്. 4 പ്രസ്താവനകൾ എന്താ? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. 15ാമത്തെ ചോദ്യം, ജനാധിപത്യത്തെ നിലനിർത്തുന്നത് വേറെ ക്വസ്റ്റ്യൻ ആണ്. ജനാധിപത്യത്തെ നിലനിർത്തുന്നത് ഓപ്ഷൻ എ തിരഞ്ഞെടുപ്പുകൾ നിയമവാഴ്ച, ഓപ്ഷൻ ബി അവകാശങ്ങൾ സാമൂഹിക സാമ്പത്തിക നീതി, ഓപ്ഷൻ സി ഇവയെല്ലാം, ഓപ്ഷൻ ഡി മാധ്യമങ്ങൾ പ്രതിപക്ഷം. ഏതാ ജനാധിപത്യത്തെ നിലനിർത്തുന്നത്? ഏതൊക്കെയായിരിക്കും? ജനാധിപത്യത്തെ നിലനിർത്തുന്നത് തിരഞ്ഞെടുപ്പുകൾ നിയമവാഴ്ച ശരിയാണ്. അവകാശങ്ങൾ ഇല്ല, സാമൂഹ്യ സാമ്പത്തിക നീതി. അപ്പോൾ ഇതെന്താണ്? തെറ്റാണ് അല്ലേ. സാമൂഹ്യ സാമ്പത്തിക നീതിയുണ്ട്, പക്ഷേ അവകാശങ്ങളില്ല. അപ്പോൾ ഇവയില്ല എന്നുള്ളത് തെറ്റും. പിന്നെ മാധ്യമങ്ങൾ പ്രതിപക്ഷം, അതും എന്തില്ല, വരുന്നില്ല. അപ്പോൾ ജനാധിപത്യം നിലനിർത്തുന്ന തിരഞ്ഞെടുപ്പുകൾ നിയമവാഴ്ച സാമൂഹിക സാമ്പത്തിക നീതിയൊക്കെയാണ് കേട്ടോ. ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ വേണ്ട, 17 18 19ാമത്തെ ക്വസ്റ്റ്യൻ, വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കുന്നത് എവിടെയാണ്? വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കുന്നത് എവിടെയാ? ഗ്രാമസഭയിലാണ് അല്ലേ. ഓപ്ഷൻ സി ഗ്രാമസഭയിലാണ്. 20ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ പ്രായപരിധി നമ്മൾ പറഞ്ഞു എത്രയാ? 18 കുറഞ്ഞ പ്രായപരിധിയാണ്, കൂടിയതല്ല. കുറഞ്ഞ പ്രായപരിധി 18. ആഗോള ആദരവ് പിടിച്ചു പറ്റാൻ പറ്റുന്നത് നമ്മൾ പറഞ്ഞു അമർത്യാസനാണ്. ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്ന് പറഞ്ഞത് ആരാ? ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങളാൽ നടത്തുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്ന് ജനാധിപത്യത്തെ ഇങ്ങനെ നിർവചിച്ചതാരാ? എബ്രഹാം ലിങ്കൺ ആണ് അല്ലെ. ഓപ്ഷൻ ബി എബ്രഹാം ലിങ്കൺ ആണ്. 23 ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം എന്ന് പറഞ്ഞതോ? അത് ഗാന്ധിജി ആയിരുന്നു അല്ലെ. ഗാന്ധിജിയാണ്. ഇനി 24 ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ കിഴക്ക് പശ്ചിമഘട്ടത്തിനും പടിഞ്ഞാറ് അറബിക്കടലിനും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശം ഏതാണ്? ഇന്ത്യയുടെ തെക്കേ അറ്റമായ കിഴക്ക്
തെക്കേ അറ്റത്തായിട്ട് കിഴക്ക് പശ്ചിമഘട്ടത്തിനും പടിഞ്ഞാറ് അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശം ഏതാ? കേരളമാണ് അല്ലേ? ഓപ്ഷൻ ഡി കേരളമാണ്. അപ്പോൾ കേരളത്തിൻ്റെ സ്ഥാനമാണ് അവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. എവിടെയാ? ഇന്ത്യയുടെ തെക്കേ അറ്റത്തായിട്ട് കിഴക്ക് പശ്ചിമഘട്ടത്തിനും പടിഞ്ഞാറ് അറബിക്കടലിനും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് ഇത് കേരളം. 25ാമത്തെ ചോദ്യം, കേരളവുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? സംസ്ഥാനങ്ങളിൽ പെടാത്തതാണ്. കേരളവുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ പെടാത്തത് കർണാടകയുണ്ട്, ഗോവയുണ്ട്, തമിഴ്നാടുണ്ട്. ഏതായിരിക്കും? ഗോവ അല്ലേ? ഗോവയാണ് എന്ത് കേരളവുമായിട്ട് അതിർത്തി പങ്കിടാത്തത്. ഇതൊക്കെ 5ാം ക്ലാസ്സിലെ ടെസ്റ്റ് ആയതുകൊണ്ടാണ് ഇത്ര ചെറിയ ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ. ഇനി 26 ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാ? കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയാണ് അല്ലേ? ആലപ്പുഴയാണ് ഇത് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല. 27 കടൽ തീരമില്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണ്? കേരളത്തിലെ കടൽ തീരമില്ലാത്ത ജില്ലകൾ ഏതൊക്കെയാ? കടൽ തീരമില്ലാത്ത ജില്ലകൾ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. പാലക്കാട്, വയനാട്, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട. ഏതൊക്കെയാ? ഇവയെല്ലാം എന്താണ്? കടൽ തീരമില്ലാത്ത ജില്ലകൾ തന്നെയാണ് കേട്ടോ. പാലക്കാട്, വയനാട്, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട. ഇനി ഏറ്റവും വലിയ ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാ? കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇതുവരെ പാലക്കാടായിരുന്നു, ഇനി മുതൽ ഇടുക്കിയാണ് അല്ലേ? കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാ? ഇടുക്കിയാണ്. 29ാം ചോദ്യം, സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശം ഏതാണ്? സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് മലനാട് അല്ലേ? മലനാട്. ഇനി 30ാമത്തെ ചോദ്യം, ഉയരം കൂടിയ കുന്നുകളും മലകളും കാണപ്പെടുന്നത് എവിടെയാണ്? ഉയരം കൂടിയ കുന്നുകളും മലകളും കാണപ്പെടുന്നത് എവിടെയാ? മലനാട്ടിലാണ് അല്ലേ? മലനാട്ടിലാണ്. 31 കേരളത്തിലെ നദികളെല്ലാം ഉത്ഭവിക്കുന്നത് എവിടുന്നാണ്? കേരളത്തിലെ നദികളെല്ലാം ഉത്ഭവിക്കുന്നത് എവിടുന്നാ? മലനാടിൽ നിന്നാണ്. കേരളത്തിലെ നദികളെല്ലാം ഉത്ഭവിക്കുന്നത് എവിടുന്നാ? മലനാടിൽ നിന്നാണ്. 32 മലനാട് ഭൂപ്രകൃതി വിഭാഗത്തിൻ്റെ ഭൂരിഭാഗവും ഡാഷ് ആണ്. മലനാട് ഭൂപ്രകൃതി വിഭാഗത്തിൻ്റെ ഭൂരിഭാഗവും എന്താ? വനങ്ങളാണ് അല്ലേ? വനങ്ങളാണ്. 33ാമത്തെ ചോദ്യം, തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ് കേരളത്തിൻ്റെ ഡാഷ്. തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ് കേരളത്തിൻ്റെ ഏത് ഭാഗം? മലനാടെന്ന് പറയുന്നത്. ഇനി 34ാമത്തെ ചോദ്യം, പശ്ചിമഘട്ടത്തിൻ്റെ മറ്റൊരു പേരെന്താ? പശ്ചിമഘട്ടത്തിൻ്റെ മറ്റൊരു പേരെന്താ? എന്താ? സഹ്യപർവ്വത നിരയാട്ടോ. സഹ്യപർവ്വത നിര പശ്ചിമഘട്ടത്തിൻ്റെ മറ്റൊരു പേരാണ് സഹ്യപർവ്വത നിര. 35 പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിൽ ഉൾപ്പെടുന്ന പശ്ചിമഘട്ട വനപ്രദേശം ഏതാണ്? പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിൽ ഉൾപ്പെടുന്ന പശ്ചിമഘട്ട വനപ്രദേശം ഏതാ? സൈലന്റ് വാലി ആട്ടോ. സൈലന്റ് വാലിയാണ്. ഇനി ശരിയായ പ്രസ്താവന കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഓപ്ഷൻ എ ചിവീടുകൾ അപൂർവമായതുകൊണ്ട് ഈ പ്രദേശത്തെ സൈലന്റ് വാലി അഥവാ നിശബ്ദ താഴ്വര എന്ന് പറയുന്നു. ഓപ്ഷൻ ബി വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകളുടെ സംരക്ഷണ മേഖലയാണ് സൈലന്റ് വാലി. ഓപ്ഷൻ സി പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിൽ ഉൾപ്പെടുന്ന പശ്ചിമഘട്ട വനപ്രദേശമാണ് സൈലന്റ് വാലി. ഓപ്ഷൻ ഡി പശ്ചിമഘട്ടത്തിൻ്റെ മറ്റൊരു പേരാണ് തീരപ്രദേശം. ഇതിൽ ശരിയായത് ഏതൊക്കെയാണ്? ഒന്നാമത്തത് ചിവീടുകൾ അപൂർവമായതുകൊണ്ടാണ് ഈ പ്രദേശത്തെ സൈലന്റ് വാലി അഥവാ നിശബ്ദ താഴ്വര എന്ന് പറയുന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകളുടെ സംരക്ഷണ മേഖലയാണ് സൈലന്റ് വാലി. പിന്നെ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിൽ ഉൾപ്പെടുന്ന പശ്ചിമഘട്ട വനപ്രദേശമാണ് സൈലന്റ് വാലി. പശ്ചിമഘട്ടത്തിൻ്റെ മറ്റൊരു പേരാണ് തീരപ്രദേശം. ഏതായിരിക്കും ശരിയായ പ്രസ്താവനകൾ? ഒന്നാമത്തെ പ്രസ്താവന ശരിയാണല്ലേ? ചിവീടുകൾ അപൂർവമായതുകൊണ്ടാണ് ഈ പ്രദേശത്തെ എന്ത് വിളിക്കുന്നത്? സൈലന്റ് വാലി എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തത് വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകളുടെ സംരക്ഷണ മേഖലയാണ് ഏത്? സൈലന്റ് വാലി. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിൽ ഉൾപ്പെടുന്ന പശ്ചിമഘട്ട വനപ്രദേശമാണ് സൈലന്റ് വാലി. പശ്ചിമഘട്ടത്തിൻ്റെ മറ്റൊരു പേരാണ് തീരപ്രദേശം. തെറ്റാണ്. ഏതാ? മലനാട് അല്ലെങ്കിൽ അപ്പോൾ തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ എ ബി സി ആണെന്ത് ശരിയായിട്ടുള്ളത്. 37ാമത്തെ ചോദ്യം, കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്രയാ? 3 നദികളാണ് അല്ലേ? ഓപ്ഷൻ ബി 3 നദികളാണുള്ളത്. 38 കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? കിഴക്കോട്ടൊഴുകുന്ന നദികൾ കബനിയുണ്ട്, ഭവാനിയുണ്ട്, പമ്പയുണ്ട്, പാമ്പാറുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് കിഴക്കോട്ടൊഴുകുന്ന നദികൾ?
ഏതൊക്കെയാ കിഴക്കോട്ടൊഴുകുന്ന നദികൾ? കബനി, ഭവാനി, പാമ്പാർ അല്ലേ? കബനി, ഭവാനി, പാമ്പാർ. കബനി, ഭവാനി, പാമ്പാർ. ABD വരും. OBD അല്ലേ? കബനി, ഭവാനി, പാമ്പാറാണ് ഇത് കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ നദികൾ. 39 കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാ? കേരളത്തിലെ ഏറ്റവും നീളം കൂടി 244 കിലോമീറ്റർ അല്ലേ? പെരിയാറാണ്. 40 കാൽനൂറ്റാണ്ട് മുമ്പ് വറ്റി വരണ്ടുപോയ അട്ടപ്പാടിയിലെ ഏത് പുഴയാണ് അതിൻ്റെ ഒഴുക്ക് വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത്? കാൽനൂറ്റാണ്ട് മുമ്പ് വറ്റി വരണ്ടുപോയ അട്ടപ്പാടിയിലെ ഏത് പുഴയാണ് അതിൻ്റെ ഒഴുക്ക് വീണ്ടെടുക്കുന്നത്? ഏതാ? കൊടുങ്ങരപ്പള്ളം പുഴ അല്ലെ? ഓപ്ഷൻ സി കൊടുങ്ങരപ്പള്ളം പുഴ. 41ാമത്തെ ചോദ്യം, കൊടുങ്ങരപ്പള്ളം പുഴയുടെ നാശത്തിന് വഴിതെളിയിച്ചത് എന്താ? കൊടുങ്ങരപ്പള്ളം പുഴയുടെ നാശത്തിന് വഴിതെളിയിച്ചത് എന്തായിരുന്നു? വനനശീകരണമാണ്. ഓപ്ഷൻ സി വനനശീകരണം. 42ാമത്തെ ചോദ്യം, കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിയ ജലാശയങ്ങൾ എന്താ പറയുന്നത്? കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിയ ജലാശയങ്ങളെ എന്താ പറയുന്നത്? കായലുകൾ എന്നാട്ടോ. ഓപ്ഷൻ ബി കായലുകൾ എന്നാണ്. 43 വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്നത് താഴെ പറയുന്നതിൽ ഏതൊക്കെ ജില്ലകളിലാണ്? വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? ഏതൊക്കെ ജില്ലകളിലാണ്? എറണാകുളമുണ്ട്, കോട്ടയമുണ്ട്, ആലപ്പുഴയുണ്ട്. ഏതൊക്കെയാ? 3 ജില്ലകളിൽ എന്തുണ്ട്? വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. 44 കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാ? വേമ്പനാട്ട് കായൽ അല്ലേ? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ. ഇതൊക്കെ അറിയുന്നത് കൊണ്ടാണ് വേമ്പൻ പറഞ്ഞു പോകുന്നത് കേട്ടോ. 45 കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാ? ശാസ്താംകോട്ട. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാ? ശാസ്താംകോട്ട. 46 ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ശാസ്താംകോട്ട ഏത് ജില്ലയിലാണ്? ശാസ്താംകോട്ട തടാകം കൊല്ലം ജില്ലയിലാണ്. 47 ഇടനാട്ടിലെ കൃഷികൾ ഏതൊക്കെയാണ്? കമുക്, മരച്ചീനി, റബ്ബർ, കാപ്പി, വാഴ, ചേന, ചേമ്പ്, നെല്ല്. ഇതിൽ ഏതൊക്കെയാണ് ഇടനാട്ടിലെ കൃഷികൾ? ഏതൊക്കെയാ ഇടനാട്ടിൽ? കമുകുണ്ട്, മരച്ചീനിയുണ്ട്, റബ്ബറുണ്ട്, കാപ്പിയുണ്ട്, വാഴയുണ്ട്, ചേനയുണ്ട്, ചേമ്പുണ്ട്, നെല്ലുണ്ട്. ഇതൊക്കെ എന്ത് തന്നെയാണ്? ഇടനാട്ടിലെ കൃഷികളാണ്. 48ാമത്തെ ചോദ്യം, മലനാട്ടിൽ പൊതുവെ അനുഭവപ്പെടുന്ന തണുപ്പുള്ള കാലാവസ്ഥ എന്തിനൊക്കെ അനുയോജ്യമാണ്? മലനാട്ടിൽ പൊതുവെ അനുഭവപ്പെടുന്ന തണുപ്പുള്ള കാലാവസ്ഥ എന്തിനൊക്കെ അനുയോജ്യമാണ്? കുരുമുളകുണ്ട്, ഏലമുണ്ട്, തേയിലയുണ്ട്. ഏതിനൊക്കെയാ? ഇത് 3നും എന്താണ്? ഈ തണുപ്പ് അനുയോജ്യമാണ്. ഓപ്ഷൻ സി 1, 2, 3 എന്താണ്? ശരിയാണ്. 49 കേരളത്തിലെ ദേശീയ ഉത്സവമായ ഓണം ചിങ്ങമാസത്തിലെ ഡാഷുമായി ബന്ധപ്പെട്ട ആഘോഷമാണ്. കേരളത്തിലെ ദേശീയ ഉത്സവമായ ഓണം ചിങ്ങമാസത്തിലെ ഡാഷുമായി, വിളവെടുപ്പാണോ, വിളമിറക്കലാണോ, അല്ലെങ്കിൽ വളമിറക്കലാണോ? എന്താ? വിളവെടുപ്പോണം. വിളവെടുപ്പോണം. വിളവെടുപ്പുമായി ബന്ധപ്പെട്ടതാണ് ഇത് ഓണം എന്ന് പറയുന്നത്. 50ാമത്തെ ചോദ്യം, കേരളത്തിൽ വൈകുന്നേരങ്ങളിൽ ഇടിയോടുകൂടിയ ശക്തമായ മഴയാണ് ഡാഷ്. കേരളത്തിൽ വൈകുന്നേരങ്ങളിൽ ഇടിയോടുകൂടിയ ശക്തമായ മഴ ഏതാ? തുലാവർഷമാട്ടോ. തുലാവർഷം. 51 വടക്ക് കിഴക്കൻ മൺസൂൺ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താ? വടക്ക് കിഴക്കൻ മൺസൂൺ അറിയപ്പെടുന്ന പേര് എന്താ? തുലാവർഷമാട്ടോ. വടക്ക് കിഴക്കൻ മൺസൂൺ അറിയപ്പെടുന്ന പേരാണ് ഇത് തുലാവർഷം. 52 ജൂൺ മാസത്തിൽ കേരളത്തിൽ തുടങ്ങുന്ന മഴക്കാലം ഏതാണ്? ജൂൺ മാസത്തിൽ കേരളത്തിൽ തുടങ്ങുന്ന മഴക്കാലം, നിലവിലുള്ള മഴക്കാലം ഏതാണ്? ഏതാ? ഇടവപ്പാതിയാട്ടോ. ഓപ്ഷൻ ഡി ഇടവപ്പാതി. 53 കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലം ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലം എവിടെ? തെക്ക് പടിഞ്ഞാറൻ മൺസൂണിലാണ് അല്ലെ? തെക്ക് പടിഞ്ഞാറൻ മൺസൂണാണ്, അല്ലെങ്കിൽ ഇടവപ്പാതിയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. 54 താഴെ പറയുന്ന ജില്ലകളിൽ വേമ്പനാട്ട് കായൽ ഒഴുകാത്ത ജില്ല ഏതാണ്? താഴെ പറയുന്നതിൽ വേമ്പനാട്ട് കായൽ ഒഴുകാത്ത ജില്ല കോട്ടയം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം. ഏതാ? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവിടെയായിരുന്നു? കൊല്ലം ജില്ലയിലൂടെ എന്തില്ല? ഒഴുകുന്നില്ല. ഒഴുകുന്ന ജില്ലകൾ ആലപ്പുഴ, എറണാകുളം, കോട്ടയമാണ്. ഇനി 55 കേരളത്തിലെ ഏറ്റവും വലിയ കായൽ നമ്മൾ പറഞ്ഞായിരുന്നു. ഇനി 56ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി ഏതാണ്? പടിഞ്ഞാറോട്ട് പമ്പ, കബനി, ഭവാനി, പാമ്പാർ. ഇതിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി ഏതാണ്? ഏത് നദിയാ? പമ്പയാണ് അല്ലേ? പമ്പയാണ്. കബനി, ഭവാനി, പാമ്പാറൊക്കെ എങ്ങോട്ടാ? കിഴക്കോട്ടാണ്. 57 തമിഴ്നാട്ടിലെ പെരുമാൾ മുടിയിൽ നിന്ന് ഉത്ഭവിച്ച് ഭവാനി പുഴയിൽ പതിക്കുന്ന നദി ഏതാണ്? തമിഴ്നാട്ടിലെ പെരുമാൾ മുടിയിൽ നിന്ന് ഉത്ഭവിച്ച് ഭവാനി പുഴയിൽ പതിക്കുന്ന പുഴ
ഏതാ? കൊടുങ്ങരപ്പള്ളം പുഴയാട്ടോ. ഓപ്ഷൻ ബി കൊടുങ്ങരപ്പള്ളം പുഴ. അപ്പോൾ കൊടുങ്ങരപ്പള്ളം പുഴയുടെ ഉത്ഭവസ്ഥാനം എവിടെയാ? പെരുമാൾ മുടിയിൽ നിന്നാണ്. 58ാമത്തെ ചോദ്യം, കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന കേരളത്തിലെ നദികൾ എത്രയാ? 41 നദികളാണ്. 59ാമത്തെ ചോദ്യം, കേരളത്തിലൂടെ ഒഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? കേരളത്തിലൂടെ ഒഴുകുന്ന നദികളുടെ എണ്ണം എത്രയാ? 44 നദികളാണ്. 60ാമത്തെ ചോദ്യം, സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്ററിൽ കൂടുതൽ ഉയരമില്ലാത്ത ഭൂപ്രദേശം ഏതാണ്? സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്ററിൽ കൂടുതൽ ഉയരമില്ലാത്ത പ്രദേശം ഏതാ? തീരപ്രദേശമാണ് അല്ലേ? തീരപ്രദേശം. 0 മുതൽ 7.5 മീറ്റർ വരെ ഏതാ? തീരപ്രദേശമാണ്. 7.5 മുതൽ 75 മീറ്റർ വരെ ഇടനാടാണ്. 75 മീറ്ററിന് മുകളിലാണെങ്കിലോ അത് മലനാടുമാണ്. ഇനി 61, സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള ഭൂപ്രദേശം 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഏതാ? ഇടനാടാണ് അല്ലേ? ഓപ്ഷൻ ബി ഇടനാട്. 62, നിശബ്ദ താഴ്വര എന്നറിയപ്പെടുന്ന ഏതാണ്? നിശബ്ദ താഴ്വര എന്നറിയപ്പെടുന്നത് ഏതാ? സൈലന്റ് വാലിയാണ്. 63, സഹ്യപർവ്വതം എന്നറിയപ്പെടുന്ന ഏതാണ്? സഹ്യപർവ്വതം എന്നറിയപ്പെടുന്നത് ഏതാ? പശ്ചിമഘട്ടം. പശ്ചിമഘട്ടമാണ് സഹ്യപർവ്വതം എന്നറിയപ്പെടുന്നത്. 64, സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള ഭൂപ്രദേശം ഏതാ? മലനാട്. ഓപ്ഷൻ ഡി മലനാടാണ്. 65ാമത്തെ ചോദ്യം, കേരളത്തിലെ വിളയിറക്ക് ആഘോഷം ഏതാണ്? നമ്മൾ ഓണം പറഞ്ഞു, വിളവെടുപ്പാണ്. അപ്പോൾ വിളയിറക്ക് ആഘോഷം ഏതാണ്? ഏതാ? വിളയിറക്ക് വിഷു ആണ് കേട്ടോ. വിഷു ആണ്. 66, കേരളത്തിൽ വിളവെടുപ്പുമായി ബന്ധപ്പെട്ട ഉത്സവം നമ്മൾ പറഞ്ഞു ഓണമാണ്. 67ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട പറഞ്ഞതാണ്. 68ാമത്തെ ചോദ്യം, 1/4 നൂറ്റാണ്ട് മുമ്പ് വറ്റിപ്പരണ്ടുപോയി ഇപ്പോൾ പുനർജനിക്കുന്ന അട്ടപ്പാടിയിലെ പുഴ കൊടങ്ങരപ്പള്ളം പുഴ. 69, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. 70, കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 3 കബനി, ഭവാനി, പാമ്പാറ് പറഞ്ഞതാണ്, അതുകൊണ്ടാണ് സ്പീഡായി പറഞ്ഞത്. 71, കേരളത്തിൽ ഇടവപ്പാതി കാലവർഷം എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? കേരളത്തിൽ ഇടവപ്പാതി കാലവർഷം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാ? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ്. ഇനി 72, വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ കേന്ദ്രമാണിത്? നമ്മുടെ സൈലന്റ് വാലി. 73, സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് മണ്ണാർക്കാട് താലൂക്ക് അല്ലെ? മണ്ണാർക്കാട് താലൂക്ക്.